സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ദേവി ശങ്കരി നിന്റെ പാദകമലം സേവിച്ചു നിത്യം മുതാ. മുജ്ജന്മത്തിലെ പാപഭാരമഖിലം തീർക്കേണമിജ്ജന്മവും തീരാറായി വരുന്നു ഹായതിനു മുൻ. നിന്നെ പ്രകീർത്തിക്കുവാനെൻ കായസ്ഥിതി കാത്തുകൊള്ളുക മഹിതേ എന്നാറ്റുകാലീശ്വരീ. ദേവീ ശരണം അമ്മേ ആറ്റുക, അമ്മേ ശരണം. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ തൃതീയ അധ്യായം ആണ് നാം അവലോകനം ചെയ്ത് ഇന്നലെ സമർപ്പിച്ചത്. അടുത്തതായിട്ട് ഇന്നു മുതൽ സപ്തമസ്കന്ധത്തിലെ ചതുർത്ഥാധ്യായം, നാലാമത്തെ അധ്യായമാണ് തുടങ്ങുന്നത്. ആ സുകന്യാ ചരിതം അതിനെ ഇവിടെ തുടർന്നുകൊണ്ട് സുകന്യയും അശ്വനി ദേവന്മാരും തമ്മിലുണ്ടായിട്ടുള്ള സംവാദമാണ് വ്യാസൻ ഈ അധ്യായത്തിലൂടെ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ശരിയാതി മനസ്സോടുകൂടിയാണെങ്കിലും ചവനൻ പറഞ്ഞതനുസരിച്ചിട്ടും തൻ്റെ മകൾ സമ്മതിച്ചതനുസരിച്ചും ബാലികയായ കുമാരിയായ പുത്രിയായ സുകന്യയെ വയോവൃദ്ധനും അന്ധനും നിരാനര ബാധിച്ചവനുമായ ചവനന് വിവാഹം കഴിച്ചു കൊടുത്ത് ഇതാ സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശരിയാതി പോയി കഴിഞ്ഞപ്പോൾ മുതൽ ആ കന്യക സുകന്യ ഭർത്താവായിട്ടുള്ള ചവനൻ്റെ സേവയിൽ മുഴുകി. ധർമ്മതൽപരയായ അവൾ അഗ്നികളെയും സേവിച്ചു. പതിസേവയിൽ ആ കന്യക സ്വാദുള്ള പഴങ്ങളും പലതരം കിഴങ്ങുകളും കൊണ്ടുവന്ന മുനിക്ക് ഭക്ഷണത്തിനായിട്ട് കൊടുക്കും. ഭർത്താവിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് മാന്തോലൊക്കെ ഉടുപ്പിച്ച് നല്ല ദർഭാസനത്തിൽ കൊണ്ടുചെന്നിരുത്തും. എള്ള, യവം, ദർഭ, കമണ്ഡലം മുതലായവ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കും അദ്ദേഹത്തിനോട്. അദ്ദേഹത്തിൻ്റെ നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും ചെയ്തു കൊടുക്കണു എന്നർത്ഥം. അങ്ങനെ നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിരിച്ച കിടക്കയിൽ കൊണ്ടുവന്ന് ഇരുത്തും. അതിനുശേഷം നല്ല പഴുത്ത പഴങ്ങളും പാകം ചെയ്ത ഭക്ഷണങ്ങളും കൊണ്ടുവന്ന് ചവനന് സ്വന്തം കൈകളെ കൊണ്ട് തന്നെ ഊട്ടിക്കൊടുക്കും എന്നൊക്കെയാണ് പറയണത്. ഭക്ഷിച്ച് തൃപ്തനായിട്ടുള്ള ചവനൻ കൈ കഴുകാൻ ആദരവോടെ വെള്ളമൊഴിച്ചു കൊടുക്കും. പിന്നീട് വെറ്റില, അടയ്ക്ക, താമ്പൂലമെല്ലാം അദ്ദേഹത്തിന് നൽകും. നല്ല ആസനത്തിൽ കൊണ്ടുചെന്ന് ഇരുത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഇതാ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് പോകും. ഫലങ്ങൾ ഏതെങ്കിലും ഭക്ഷിച്ച ശേഷം മുനിയുടെ അടുക്കലെത്തിയ പ്രണയപൂർവ്വം അദ്ദേഹത്തിനോട് ഇനി എന്തെങ്കിലും സേവനം വേണോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ കാലൊക്കെ തടവിക്കൊടുക്കുക മുതലായിട്ടുള്ള സേവനങ്ങളെല്ലാം അതീവ താല്പര്യത്തോടുകൂടി അതീവ ശ്രദ്ധയോടുകൂടി സുകന്യ ചെയ്തു വന്നിരുന്നു. അതേമാതിരി സായംകാലത്തെ ഹോമം അവസാനിച്ച് കഴിയുന്ന സമയത്ത് രുചിയുള്ള മൃദുവായ പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ബാക്കി വന്ന ഫലങ്ങൾ അവളും ഭക്ഷിക്കും. നല്ല കിടക്കയൊക്കെ വിരിച്ച് അദ്ദേഹത്തിനെ അതിൽ സസന്തോഷം കിടത്തും. അതാ നല്ല കാറ്റുകളൊക്കെ വരാനായി കൊണ്ട് വീശിക്കൊടുത്ത്
കാലൊക്കെ തടവിക്കൊടുത്ത് എപ്രകാരമാണോ കുലസ്ത്രീകൾ ആ പതിവ്രത ധർമ്മത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്, അതുപോലെ തന്നെ വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. വേനൽക്കാലത്ത് വിയർക്കാതിരിക്കാനായി അദ്ദേഹത്തിന് വിശറിക്കൊടുക്കും കാറ്റുകൊണ്ട്, കാറ്റിന് വേണ്ടി വിശറിയെടുത്ത് വിശറിക്കൊടുക്കും. മഞ്ഞുകാലമായാൽ വിറകുകളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് തീ കൂട്ടി അതിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തും. ആ തണുപ്പ്, അസഹ്യമായിട്ടുള്ള തണുവ് സഹിക്കാൻ കഴിയാത്ത തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിക്കൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് ജലപാത്രവും മണ്ണും എടുത്ത് അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകും. ഭർത്താവ് ശൗചം മുതലായിട്ടുള്ള പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇതാ വീണ്ടും പർണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ കാലും കൈയുമെല്ലാം കഴുകിക്കൊടുക്കും എന്നൊക്കെ ഇതാ ഇവിടെ ദീർഘമായിട്ട് എപ്രകാരമാണ്. സാധാരണ ഇത്രയുമധികം ഒരു സേവനം ഒരു പതിക്കും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഇദ്ദേഹം അന്ധനാണ്, മാത്രമല്ല വയോവൃദ്ധനുമാണ്. അപ്പോൾ രണ്ടും കൂടി, വൃദ്ധാവസ്ഥയും അന്ധാവസ്ഥയും കൂടി അങ്ങോട്ട് ചേർന്നാൽ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയായിത്തീരും. അതുകൊണ്ട് സകല പരിചരണങ്ങളും ഇവിടെ സുകന്യയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായി വന്നു എന്ന് സാരം. എന്തായാലും അങ്ങനെ ആ ച്യവന ഋഷിക്ക് തൻ്റെ ഭർത്താവിന് യാതൊരു കഷ്ടങ്ങളും ഉണ്ടാവാതെ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ട് ഇതാ ഈ സുകന്യ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ രവിപുത്രന്മാരായിട്ടുള്ള അശ്വിനി ദേവന്മാർ ഇരുവരും വിഹരിച്ചുകൊണ്ട് ച്യവനൻ്റെ ആശ്രമത്തിൻ്റെ സമീപത്ത് വന്നു എന്ന് പറയാണ്. ജലസ്നാനം കഴിഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സർവാംഗസുന്ദരിയായിട്ടുള്ള കന്യകയെ ഈ അശ്വനി കുമാരന്മാർ കാണാനിടയായി. ദേവ കന്യകയെപ്പോലെയുള്ള അവളെ കണ്ട അത്യന്തം മോഹിതരായി തീർന്ന അശ്വിനി ദേവന്മാർ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദരപൂർവം പറഞ്ഞു, ഹേ സുന്ദരി, ഒന്ന് നിൽക്കുക, ചോദിക്കട്ടെ, ഞങ്ങൾ ഇരുവരും ദേവന്മാരാണ്. നീ ആരുടെ മകളാണ്? നിൻ്റെ ഭർത്താവ് ആരാണ്? ഈ വനത്തിലെ പൊയ്കയിൽ ഒറ്റയ്ക്ക് കുളിക്കാൻ വന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ സൗന്ദര്യം കൊണ്ട് രണ്ടാമതൊരു ലക്ഷ്മിയെപ്പോലെയുണ്ട് നിന്നെ കാണാൻ. അതുകൊണ്ട് നീ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സത്യം പറയൂ. നിൻ്റെ ഈ മനോഹരമായിട്ടുള്ള പാദങ്ങളിൽ പാദരക്ഷയില്ലാതെ ഭൂമിയിൽ പതിക്കുന്നു. ഈ വനത്തിലുള്ള കല്ലും മുള്ളുമെല്ലാം ആ മൃദുലമായിട്ടുള്ള പാദങ്ങളിൽ കുത്തുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിനാണ് വേദന അനുഭവപ്പെടുന്നത്. പല്ലക്കിലോ വിമാനത്തിലോ മഞ്ചത്തിലോ എല്ലാം സഞ്ചരിക്കേണ്ട നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്? ഈ കാട്ടിൽ നീ എന്താണ് ചെയ്യുന്നത്? കണ്ടാൽ ഒരു രാജകുമാരിയാണ് എന്നാണല്ലോ തോന്നുന്നത്. പക്ഷേ ദാസിമാരൊന്നും കാണാനില്ല. അല്ല, നീ ഏതെങ്കിലും അപ്സരസ്സാണോ? നിനക്ക് ജന്മം തന്ന മാതാപിതാക്കൾ ധന്യന്മാരാണ്. ഇനി അഥവാ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവ് എത്ര ഭാഗ്യം ചെയ്തവനാണ് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് വാക്കുകളില്ല. നിൻ്റെ ദർശനം കിട്ടുന്നത് പോലെ കൊണ്ട് ഈ വനത്തിലെ മൃഗങ്ങൾ പോലും ഭാഗ്യമുള്ളവരായി തീർന്നിരിക്കണു. പശുപക്ഷി ജീവികളൊക്കെ പാവനമായി തീർന്നിരിക്കണു. അധികം
സ്തുതിക്കുന്നില്ല, ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറയൂ, ആരാണ് എന്നെല്ലാം ഇതാ അവർ ചോദിക്കണു. അതിനുള്ള മറുപടി ഇതാ സുകന്യ പറയുകയാണ്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.